സ്വാമിയേ ശരണമയ്യപ്പ. 26 വർഷമായിട്ട് ശാസ്താംപാട്ട് രംഗത്ത് പ്രവർത്തിക്കുകയാണ്. 2013 നെടുമ്പാൾ കേന്ദ്രീകരിച്ച് വിവേകാനന്ദ ശാസ്താംപാട്ട് സംഘം തുടങ്ങുന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ ടീമിന് എന്നോടൊപ്പം നേതൃത്വം നൽകുന്ന രാജേഷേട്ടൻ 2019 മുതലാണ് അദ്ദേഹം ഈ സംഘത്തിൽ വരുന്നത്. 2019-2020 കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അമ്മമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ശാസ്താംപാട്ട് പഠിപ്പിക്കുകയും നെടുമ്പാളും ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന കുട്ടികളും മുതിർന്ന ആളുകളും ഉൾപ്പെടെ ഞങ്ങൾ കേരളത്തിന് പുറത്ത് ഡൽഹി, ഗുജറാത്ത്, തമിഴ്നാട്, കേരളത്തിൽ കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം, ഇടുക്കി, തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളിൽ ഏകദേശം ഒരു സീസണിൽ 35ഓളം പരിപാടികൾ സീസണിൽ അവതരിപ്പിക്കുകയും കൂടാതെ എല്ലാ മാസങ്ങളിലും സ്റ്റേജ് പ്രോഗ്രാമുകളായിട്ട് അമ്മമാരും കുട്ടികളുമായിട്ട് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എൻ്റെയും രാജേഷേട്ടൻ്റെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ നെടുമ്പാൾ ശ്രീ വിവേകാനന്ദ ശാസ്താംപാട്ട് സംഘം പ്രവർത്തിക്കുന്നത്. അതിൻ്റെ മൂലകാരണമായിക്കൊണ്ട് ഇന്ന് ശാസ്താംപാട്ട് കലാരംഗത്ത് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പുരസ്കാരം അന്തിക്കാട് സേവാസമിതി നൽകുന്ന പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിൻ്റെ 1 പവനുള്ള മകരജ്യോതി പുരസ്കാരം ഞങ്ങളുടെ ടീമിലെ പ്രധാന പാട്ടുകാരനായ രാജേഷേട്ടനാണ് കഴിഞ്ഞ ദിവസം ലഭിച്ചത്. അതിൽ ഞങ്ങൾ എല്ലാവരും അഭിമാനിക്കുകയാണ്. ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥികളെയും അമ്മമാരെയും കൂടുതൽ ഈ കലയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനം നെടുമ്പാൾ ശ്രീ വിവേകാനന്ദ ശാസ്താംപാട്ട് സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഈ സ്നേഹമയി മക്കൾക്ക് എൻ്റെ കൂപ്പുകൈ. ഈ അമ്പലത്തിൻ്റെ തൊട്ട് കുട്ടിക്കൊട്ടും പാട്ട് കേൾക്കുമ്പോൾ ഭഗവാൻ ചെവിടോർത്തിരിക്കും. ഇവിടെ ഭഗവാൻ കേൾക്കും. അപ്പോൾ ഈ കുട്ടി മുഖാന്തരം കൂടെ എല്ലാവരും പാട്ടിന് വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുക അവിടെ നടക്കണത് ഇപ്പം മണ്ടലല്ലേ പറക്കണത്, ഇവിടെ കെട്ടുനിറ ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അവരോട് ഇവിടെ 41 ദിവസം ഇവിടെ ഭജന നടത്താൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ ഈ ശാസ്താംപാട്ട് സംഘത്തിലേക്ക് വന്നിട്ട് 3 വർഷമായിട്ടുള്ളൂ. എൻ്റെ ഒരു ഫ്രണ്ട് ആണ്, സുനന്ദയാണ്, ചേറൂർ രാജേഷ് എന്ന് പറഞ്ഞൊരു ആശാൻ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അങ്ങടെ പോണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും കൂടി പോരാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ചേറൂർ രാജേഷിൻ്റെ ആശാൻ്റെ അടുത്തേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടത്. ഇപ്പം ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ 3 കൊല്ലമായി. എൻ്റെ മോളുടെ മകനും ഞാനും എൻ്റെ ഭർത്താവും കൂടിയിട്ടാണ് ഇപ്പോൾ ഇതിൽ വന്ന് ഞാൻ വിളക്കുകൾക്ക് പോകുന്നുണ്ട്. പിന്നെ ഓരോ സ്റ്റേജ് പ്രോഗ്രാമുകൾ ഒക്കെ ഞങ്ങളെ കൊണ്ടുപോകും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇവിടെ ഇപ്പോൾ പറയാൻ പോവാണ്. ഞങ്ങൾ ഈ സന്തോഷത്തിൻ്റെ നിറവിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ ശാസ്താംപാട്ടിലെ എല്ലാ മെമ്പേഴ്സും ഞങ്ങളുടെ ആശാന് നവംബർ 9-ാം തീയതി ഞങ്ങളെല്ലാവരും കൂടി ഒരു സ്നേഹാദരവ് കൊടുക്കുന്നുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്തിക്കാട് ശ്രീ അയ്യപ്പ സേവാ സമിതിയുടെ സുവർണ മുദ്ര ഒരു പുരസ്കാരം 1 പവൻ ഞങ്ങളുടെ ആശാന് കിട്ടിയേക്കണു. 1 പവൻ്റെ ഒരു ലോക്കറ്റാണ് അന്തിക്കാട് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിൽ നിന്ന് അയ്യപ്പ സേവ സംഘം ഞങ്ങളുടെ ആശാന് സമർപ്പിച്ചേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും സ്നേഹാദരവ് ആശാന് ഞങ്ങളെല്ലാവരും ഈ വരുന്ന നവംബർ 9-ാം തീയതി ഞങ്ങൾ എല്ലാവരും കൂടി കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ കുട്ടന്മാരാര്, പെരുമലം കുട്ടന്മാരാര് ആളാണ് ഞങ്ങൾ വിളിച്ചേക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സന്ദീപ് ഞങ്ങളുടെ ഒപ്പം ഉണ്ട്.
സുതനാം നിലഹയ്യൻ മലനാട്ടേക്ക് എഴുന്നള്ളിയ നേരം പന്നകാശയനുടെ സുതനാ നീലഹയ്യൻ മലനാട്ടേക്ക് എഴുന്നള്ളിയ നേരം പന്നകാശയനുടെ സുതനാ നിലഹയ്യൻ മലനാട്ടേക്ക് എഴുന്നള്ളിയ നേരം പന്നകാശയനുടെ സുതനാ നിലഹയ്യൻ മലനാട്ടേക്ക് എഴുന്നള്ളിയ നേരം ബൃഹസ്പതി മുനി വന്നല്ലോ അവിടെ കോപിതനായി പറഞ്ഞ മലകളോട് 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 മാതുകൂടിപ്പിച്ചു കുലവും പിഴപ്പിച്ചു അയ്യനെ എന്നൊരു വാർത്ത പുരഹരൻ അറിഞ്ഞാൽ മാതുകൂടിപ്പിച്ചു കുലവും പിഴപ്പിച്ചു അയ്യനെ എന്നൊരു വാർത്ത പുരഹരൻ അറിഞ്ഞാൽ ആലപാല ചേ
കടമ്പു കടമ്പുടു മന്ദാരം അമ്പഴം പുളി വന്തേക്ക